ഇടയ്ക്കേ ഈ അച്ചാറൊന്നും തൊട്ടുകൂട്ടിയില്ലെങ്കിൽ പെട്ടെന്ന് ബിരിയാണി മട്ടയ്ക്കും. ഇപ്പൊ ശരിയായി. കരയാമ്പൂ കരയാമ്പൂ. കോഴിയുടെ വേവ് ഇത്തിരി കൂടിയോ എന്ന് എനിക്കൊരു സംശയം. ഉമ്മറേ, പാഴ്സൽ റെഡിയായോ? സാറേ എടുത്തോണ്ടിരിക്കുക. എല്ലാം കൂടി എത്രയായി? 30 റുപ്യ. ഓ, ഇവനൊന്നും ഒരു കാലത്തും ഗുണം പിടിക്കൂല. ആരാ ഗുണം പിടിക്കാത്ത? അല്ല, ഈ ബിരിയാണിയുടെ ഗുണം സാറിനത്ര പിടിച്ചില്ല എന്ന് പറയായിരുന്നു. അതെ അതെ. നമ്മുടെ സാധനം എവിടെ? ആ, ഇത് ബിരിയാണി, ഇത് ഉഴുന്ന് വട. വട എത്ര ഉണ്ട്? 8 എണ്ണം. ഇല്ല സാറേ. എന്റെ ഭഗവാനെ, എന്തു പറ്റി സാർ? 41ാം ചരമദിനം. മോഹൻദാസ്, ശ്രീദേവി. സ്നേഹസ്മരണകളോടെ മീര, മായ, മനു, മഞ്ജു. എന്താണ് ഈ കേൾക്കണത്? പിന്നെ സൈക്കിളോ? അപ്പൊ രാവിലെ എടുത്ത സൈക്കിൾ എന്ത്? അത് റോട്ടിൽ എവിടെങ്കിലും കാണും. റോഡിൽ എവിടെങ്കിലും മാറിക്കണോ? ആനക്കാര്യത്തിനിടയിലെ ചേനക്കാര്യം. മനുഷ്യനെ സൈക്കിൾ എടുത്ത് കൊല്ലാൻ നോക്കുവാന്നോ? സൈക്കിൾ അല്ല, പാറ്റൻ ടാങ്ക് വന്നിടിച്ചാലും നീ ചാവില്ല ശാന്തേ. ദേ ഇത് കണ്ട, എന്റെ പെങ്ങള് ശ്രീദേവിയും ഭർത്താവും മോഹൻദാസും ചരമം പറഞ്ഞുന്ന്. പത്രം വായിക്കാത്തതിന്റെ ദൂഷ്യം എനിക്ക് ഇപ്പോഴാ മനസ്സിലായത്. ചാവടി യന്ത്രം കഴിഞ്ഞിട്ട് ദിവസങ്ങൾ ഒരുപാടായി. നോക്കട്ടെ. ഇതെങ്ങനെ സംഭവിച്ചു? രണ്ടുപേരും ഒന്നിച്ചേത്തോ? വല്ലവരും തല്ലിക്കൊന്നതാവും, അല്ലെങ്കിൽ വല്ല വിഷം കഴിച്ചതോ കെട്ടിയതോ ആവും. എനിക്കിതൊന്നും അറിയാൻ പാടില്ല എന്റെ ശാന്തേ. നമ്മളെപ്പോലെ ആത്മഹത്യ ചെയ്യേണ്ട കാര്യമൊന്നും അവർക്കില്ലല്ലോ. പട്ടിണിയുണ്ടോ, പണക്കുറവുണ്ടോ? കൊച്ചിയിൽ ഇഷ്ടം പോലെ കെട്ടിടങ്ങള്, ലോകം മുഴുവൻ ചെമ്മീൻ കയറ്റി അയക്കാനുള്ള ഫാക്ടറി, പിന്നെ എസ്റ്റേറ്റ്, ഫിഷിംഗ് ബോട്ട്. എന്റെ പേടി ഇപ്പൊ അതൊന്നുമല്ല. ഈ സ്വത്തുക്കൾ മുഴുവൻ ആര് നോക്കി നടത്തുന്ന? അയ്യടാ, ഇപ്പൊ വായി വെള്ളം ഊർന്നുണ്ടോ? ഇതൊക്കെ നേരത്തെ ആലോചിക്കണമായിരുന്നു. ആ ദരിദ്രവാസി ഇത്രയും വലിയ പണക്കാരനാവുന്ന ആരെങ്കിലും അറിഞ്ഞു എന്റെ ശാന്തേ? ഇതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ദീർഘവീക്ഷണോ ഇല്ല, ബുദ്ധിയില്ലാന്ന്. അത് കളാ. ഇനി നമ്മൾ വൈകൂടാ. എത്രയും വേഗം കൊച്ചിയിലെത്തണം. വല്ലവരും അവിടെ കയറി അധികാരം സ്ഥാപിക്കുന്നതിന് മുമ്പ്. മോഹൻദാസ് ജീവിച്ചിരുന്നപ്പോ കുറെ ശ്രമിച്ചതല്ലേ അവിടെ കയറി പറ്റാൻ? എന്നിട്ട് നടന്നോ? അന്ന് നടന്നില്ല. അതുകൊണ്ടാ മരിച്ചപ്പോ കയറി പറ്റാൻ ശ്രമിക്കുന്നത്. അതിനാ പിള്ളേര് നമ്മളെ പഠിക്കാത്ത കയറ്റിയല്ലേ? അതൊക്കെ ഞാൻ എങ്ങനെയെങ്കിലും ഇടിച്ചു കയറും. നീ എന്റെ പിന്നാലെ നിന്നാ മതി. ഒന്നുമില്ലെങ്കിലും ഞാൻ അവരുടെ അമ്മാവനല്ലടി. അയ്യ, നല്ല കുമ്മാവൻ. നേരിട്ട് ഇതുവരെ കണ്ടിട്ട് പോലുമില്ല. അച്ഛനോടും അമ്മയോടും നിങ്ങൾ ചെയ്ത ക്രൂരത മുഴുവനും അവര് പറഞ്ഞു കാണേ. അതൊക്കെ ഞാൻ വേറെ രീതിയിൽ പറഞ്ഞു കൊടുക്കും. ഇനി ഇപ്പൊ ഇത്തിരി നാറിയാലും അത് ഞാൻ അങ്ങോട്ട് സഹിക്കും. ഇപ്പൊ ഉള്ളതിനേക്കാൾ കൂടുതൽ നാറരുതെന്ന് എനിക്ക് പ്രാർത്ഥനയുള്ളൂ. ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോ തടസ്സം പറയല്ലേ എന്റെ ശാന്തേ. ഈ കാക്കി കേറിയിട്ട് കൊല്ലം എത്രയായി? വല്ലതും നേടിയോ? ഒരാൺവിത്തുള്ളത് ബോംബെ കിടന്ന് തെണ്ടുക. ഒരു മോളുള്ളത് അമ്മായിയമ്മയുടെ ആട്ടും തൂപ്പും കേട്ട് നരയിക്കുക. എന്താടാ അമ്മായിമ്മയ്ക്ക് കുഴപ്പം? ഭാര്യ വീടിന്റെ തിണ്ണ നിരങ്ങുന്ന നീ എന്നെ തെറി വിളിക്കുക? അയ്യോ അമ്മേ, ഞാൻ അമ്മയെ പറഞ്ഞതല്ല അമ്മേ. മിണ്ടി പോകരുത് കരുതേ. മിണ്ടിയാ നിന്നെ ഞാൻ ചൂലെടുത്തടിക്കും. അതെ, 4 കുട്ടികളാണ്. ഒന്നിനും ശരിക്കുള്ള വകതിരിവായിട്ടില്ല. കാർ ആക്സിഡന്റ് ആയിരുന്നു. 30 അടി താഴ്ചയിലേക്ക് കാറ് മറിഞ്ഞു. ഇളയ കുട്ടി മാത്രമേ കൂടുണ്ടായിരുന്നുള്ളൂ. അവൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പക്ഷേ ആ കുട്ടിക്ക് ഇപ്പൊ സംസാരിക്കാൻ പറ്റില്ല. ഷോക്കുണ്ടായിരിക്കാം. ആലോചിച്ച ഭയങ്കര കഷ്ട. അങ്ങനെ ബന്ധുക്കളായിട്ട് മോഹൻദാസിന് ആരുമില്ല. ഉള്ളവരുമായിട്ട് വലിയ അടുപ്പമില്ല. അറിയാലോ, ഹി വാസ് എ സെൽഫ് മെയ്ഡ് മാൻ. കോടതിയിൽ പെറ്റീഷൻ കൊടുത്താൽ മൂത്ത പെൺകുട്ടിയെ ഗാർഡിയനാക്കിയിരിക്കുക. അതെ, അവളെ ആദ്യം മുതൽ ഇനി എല്ലാം പഠിപ്പിച്ചു തുടങ്ങണം. കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിക്ക് എന്തോന്ന് എക്സ്പോർട്ട്, എന്തോന്ന് ചെമ്മീൻ കമ്പനി. പിന്നെ വിളിക്കാം. പുതിയ MD ഇന്ന് ചാർജ് എടുക്കുന്ന ദിവസമാണ്. അതെ, ആ സംഭവത്തിന് ശേഷം ആ കുട്ടി ഇന്ന് ആദ്യമായിട്ടാ ഈ കമ്പനി വരുന്നത്. നിങ്ങൾക്ക് 1 മിനിറ്റ് ഇറങ്ങാൻ തരട്ടെ. ഇനി ഇറങ്ങിക്കോളും. ഇതാണ് ഇതിന്റെ രീതി. ഞാൻ ഡോർ തുറക്കും, മോൾ ഇറങ്ങും. തന്നെത്താൻ ഡോർ തുറക്കണെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ? മോളിപ്പം ഈ കമ്പനിന്റെ ഉടമയാ. ചെല്ല്, ധൈര്യമായിട്ട് ചെല്ല്. പ്രശ്നങ്ങൾ പറയാൻ തുടങ്ങിയ ഒത്തിരിയുണ്ട്. മാൽപേയിൽ കാച്ച് വളരെ മോശമാണ്. ആൻഡ് വി ഹാവ് ഓൺലി 15 days ലെഫ്റ്റ് ഫോർ ദ ഷിപ്മെന്റ്സ്. പണ്ടത്തെ പോലെ ക്രെഡിറ്റ് കിട്ടുന്നില്ല എന്നുള്ളതാണ് വേറൊരു പ്രശ്നം. മീര, നമുക്കുണ്ടായ ട്രാജഡിക്ക് ശേഷം മൊത്തം കാര്യങ്ങൾ കുഴഞ്ഞു മറിഞ്ഞു. പഴയ സ്ഥിതിയിലാവാൻ നമ്മളെല്ലാവരും ചേർന്ന് വലിയൊരു എഫർട്ട് നടത്തേണ്ടിയിരിക്കുന്നു. കോളേജിൽ പോകണമെന്നറിയാം. പക്ഷേ ഡാഡിയുടെ സ്വപ്നമായിരുന്നു ഈ ഫാക്ടറി എന്നുള്ളത് മീരയ്ക്ക് അറിയാമല്ലോ.
അങ്കിൾ പറഞ്ഞോളൂ, ഞാൻ എന്തൊക്കെയാ ചെയ്യേണ്ടത്? വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. ഒരുപാട് പേപ്പേഴ്സ് ഒക്കെ സൈൻ ചെയ്യാൻ കാണുമായിരിക്കും അല്ലേ? മനു പറഞ്ഞു. എന്റെ സിഗ്നേച്ചർ തീരെ ഭംഗിയില്ലാത്തതായിരുന്നു. ഇപ്പൊ നന്നായി, കുറെ പ്രാക്ടീസ് ചെയ്തു. പേപ്പേഴ്സ് എവിടെ? ഇപ്പൊ തന്നെ സൈൻ ചെയ്തേക്കാം. അത് നമുക്ക് സമയമാകുമ്പോൾ ചെയ്യാം. നീ ഇത് ശ്രദ്ധിക്കുക. ഏത്? അതായത് കഴിഞ്ഞ മാസം നമ്മുടെ ലോഡ് കുറച്ച് കുഴപ്പത്തിലായി. നിയർലി 100 ബോക്സസ്. ക്വാളിറ്റി സബ്സ്റ്റാൻഡേർഡ് ആണെന്ന് പറഞ്ഞ് ദേ സെൻഡ് ഇറ്റ് ബാക്ക്. അയ്യോ, അതെന്താ ക്വാളിറ്റി ശ്രദ്ധിക്കാതിരുന്നത്? മനു അത് പ്രത്യേകം പറഞ്ഞു. ക്വാളിറ്റി നോക്കിയില്ലേ കമ്പനിക്ക് ചീത്തപ്പേര് വരുമെന്ന്. പെരിഷ് ചെയ്തതാണ്. ജപ്പാൻകാരാണല്ലോ നമ്മുടെ മെയിൻ ബയേഴ്സ്. അടുത്ത ലോഡിന് അവർ LC ഓപ്പൺ ചെയ്തില്ല. LC? അതെന്താ ഓപ്പൺ ചെയ്യാത്തെ? എങ്കിൽ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഈ ഡിസ്കഷൻ എവിടെ എത്തുമെന്ന് തോന്നുന്നില്ല. തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന പോലെയാണിത്. അത് മീരയ്ക്ക് ഒന്നും അറിയില്ലല്ലോ. അതെ, മനുവിനെ കൂടെ കൂട്ടാമായിരുന്നു. അവൻ എന്നെക്കാളും ബുദ്ധിയാ. ആരാണ് മനു? മനു മീരയുടെ അനിയനാ. 10 വയസ്സ്, 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അതെ, എങ്കിൽ ഇനി സൈൻ ചെയ്യേണ്ട പേപ്പേഴ്സ് എടുക്കും അങ്കിൾ. മീര സൈൻ ചെയ്യുന്ന കാര്യമൊക്കെ വിട്. ഐ എം സോറി അങ്കിൾ. ഐ ടെൽ യു ദ ട്രൂത്ത്. ഐ എം ലിറ്റിൽ നെർവസ്. ഫോർ വാട്ട്? ഞങ്ങളൊക്കെ മീരയുടെ എംപ്ലോയീസാ. മീരയുടെ മുമ്പിൽ ഞങ്ങളാ നെർവസ് ആവേണ്ടത്. ദാറ്റ്സ് ഓൾ റൈറ്റ്. ഞാൻ പ്രധാന കാര്യം പറയാം. പർച്ചേസ് കാര്യക്ഷമമാക്കാൻ പെട്ടെന്ന് കുറച്ച് ഫണ്ട്സ് ഉണ്ടാക്കേണ്ടി വരും. എന്ത് ഫണ്ട്? ബാങ്കിൽ നിന്ന് ഓടി ഓവർ ഡ്രാഫ്റ്റ് ആയിട്ട് കുറച്ച് പണം, അല്ലെങ്കിൽ പെട്ടെന്ന് എടുക്കാവുന്ന വേറെ പണം ഉണ്ടെങ്കിൽ അതായാലും മതി. വീട്ടിലെ ഷെൽഫിൽ പണമൊന്നുമില്ല. മീര എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഒരു കാര്യം പറയുമ്പോൾ അത് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കാൻ ശ്രമിക്കേ. ചുമ്മാ സൈൻ ചെയ്യാം, ഷെൽഫിൽ പണമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യമാ? സോറി, ഞാൻ വേറെന്തൊക്കെയോ ആലോചിച്ചു പോയി അങ്കിൾ. എന്താലോചിക്കാൻ? കാലത്ത് ഡോക്ടർ വന്നിരുന്നു. മഞ്ജുവിനെ പിന്നെയും നോക്കി. അവളെ കൊണ്ട് സംസാരിപ്പിക്കാൻ ഡോക്ടർ ഒത്തിരി ട്രൈ ചെയ്തു. അവൾക്കിനി ഒരിക്കലും സംസാരിക്കാൻ പറ്റില്ല അങ്കിൾ. എന്താണ് ചികിത്സയെന്ന് ആർക്കും പറയാൻ പറ്റുന്നില്ല. ഞങ്ങൾക്ക് ആരുമില്ല. എൽഡസ്റ്റ് ആയി പോയതാണ് എന്റെ ബാഡ് ലക്ക്. ഇത്രയും പെട്ടെന്ന് മമ്മിയും ഡാഡി ഞങ്ങളെ വിട്ടു പോകുമെന്ന്. മീര, കഴിഞ്ഞതൊക്കെ മറക്കാൻ ശ്രമിക്കുക. വരൂ, നമുക്ക് ഫാക്ടറി ഒക്കെ നടന്ന് കണ്ടിട്ട് വരാം. കമോൺ. ഐ എം സോറി. ഇതാണ് ക്ലീനിങ് ആൻഡ് സോർട്ടിംഗ് സെക്ഷൻ. ഇവിടെ 160ഓളം ലേബറേഴ്സ് ഉണ്ട്. 160 പേരെയൊന്നും കാണാനില്ലല്ലോ. 3 ഷിഫ്റ്റാ. ഓ, അപ്പൊ 24 hours ജോലി നടക്കൂ? ആ, മിക്കവാറും. ഇതാണ് പാക്കിംഗ് സെക്ഷൻ. ഏയ്, ഒന്ന് നിൽക്കുക ചേട്ടാ, ഒന്ന് പിടിച്ചേ. നിക്കണ്ട, പോര്, അവര് കുഴപ്പക്കാരാ. കുഴപ്പക്കാരോ? ഒന്ന് നിൽക്കാൻ. അയ്യേ, നിൽക്കാൻ പറഞ്ഞപ്പോ കിടന്ന് ഓടുക. പഴയ MD-യുടെ മകള് പുതിയ MD ആയിട്ട് ചാർജ് എടുക്കുന്നെന്ന് കേൾക്കാൻ തുടങ്ങിയിട്ട് നാള് പറയായേ. മീര ഇങ്ങോട്ട് വന്ന് കയറിയതേ ഉള്ളൂ. നിങ്ങൾ പോയി ജോലി ചെയ്യേ, പിന്നെ സംസാരിക്കാം. വേണ്ട, ഇപ്പൊ തന്നെ സംസാരിക്കാം. മൈ ഡിയർ MD, നിർഭാഗ്യവന്മാരായ 5 ലേബേഴ്സാണ് ഞങ്ങള്. പഴയ MD ഞങ്ങളെ സ്ഥിരപ്പെടുത്താന്ന് വാക്ക് തന്നിരുന്നത്. ഞങ്ങൾക്ക് ബോണസ് ഇല്ല, പ്രോഡ് ഫണ്ട് ഇല്ല, ഗ്രാറ്റുവിറ്റി ഇല്ല, ഇൻക്രിമെന്റിൽ ഒരു മണ്ണാങ്കട്ട ഇല്ലെന്നേ. എന്നാൽ മറ്റുള്ളവരെ പോലെ ഞങ്ങൾ ജോലി ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ ആനുകൂല്യങ്ങളൊന്നും ഞങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, ഞങ്ങളുടെ ജോബ് സെക്യൂരിറ്റി വെറും 0%. ഇൻക്ലാബ് സിന്ദാബാദ്. നിർത്തോ, സംസാരിക്കുന്നിടല്ലേ തന്റെ ഇൻക്ലാബ് വിളി. ഇൻക്ലാബിന് നേരം കാലം നോക്കാണ്ടോ? വിപ്ലവം എപ്പോഴായാലും വിപ്ലവം തന്നെ. ശരി, തൽക്കാലം നിർത്ത്. അപ്പൊ പുതിയ MD-യുടെ അച്ഛൻ പഴയ MD-യുടെ വാക്ക് പാലിക്കാൻ പുതിയ MD തയ്യാറാവണം. ഇപ്പൊ തന്നെ, ഈ നിമിഷം തന്നെ ഞങ്ങളെ സ്ഥിരപ്പെടുത്തണം. നിർത്തോ. തനിക്ക് കുറച്ചെങ്കിലും കോമൺ സെൻസ് ഉണ്ടോ? 1-2 മുദ്രാവാക്യങ്ങൾ കാണാപ്പാടം പഠിച്ചെന്ന് വെച്ച് അത് എല്ലായിടത്തും കയറി അലർന്നത് ശരിയല്ല. ഡാഡി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീര, നമുക്കത് പിന്നീട് ഡിസ്കസ് ചെയ്യാം. കമോൺ. എന്റെ പൊന്ന് മാനേജർ സാറേ, ദയവ് ചെയ്ത് ഞങ്ങളുടെ ഭാവി താങ്കൾ പാര വെച്ച് നശിപ്പിക്കരുത്. അങ്കിൾ, ഡാഡി പറഞ്ഞതല്ലേ, ഇവരെല്ലാരും ഇന്ന് തന്നെ സ്ഥിരപ്പെടുത്താം. അങ്ങനെ ചെയ്യാം, പക്ഷെ എല്ലാരും നന്നായി ജോലി ചെയ്യണം. ഓ, ഏറ്റു. പുതിയ MD നീണാൾ വാഴട്ടെ. പുതിയ MD നീണാൾ വാഴട്ടെ. പുതിയ MD നമ്മുടെ MD. പുതിയ MD നമ്മുടെ MD. എന്താ മീര ഇതൊക്കെ? നമ്മുടെ MD. ഇത്ര ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യത്തിന് ഇങ്ങനെയാണ് ഡിസിഷൻ എടുക്കേണ്ടത്? തൊഴിലാളി എന്ന് പറഞ്ഞാൽ തീക്കൊള്ളിയാ. തീക്കൊള്ളി കൊണ്ട് തലയുറിയാൻ പാടില്ല എന്ന് കരുതി വാക്ക് കൊടുത്തു. എവിടെ വാക്ക് കൊടുത്തു? നുണയല്ലേ? ഇവനെയൊക്കെ സ്ഥിരപ്പെടുത്തിയാൽ അടുത്ത നിമിഷം ഫാക്ടറിയുടെ ഗേറ്റിന് മുന്നിൽ കൊടി പൊങ്ങും. മാത്രമല്ല, ഇപ്പൊ തന്നെ ഇവിടെ ലേബറേഴ്സിന്റെ എണ്ണം വളരെ കൂടുതലാ. അതൊക്കെ പോട്ടെ, ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് എന്നോടൊരു വാക്ക് ചോദിച്ചു. സോറി അങ്കിൾ. അങ്ങനെയാണെങ്കിൽ അവരെ സ്ഥിരപ്പെടുത്തണ്ട. അവൻ പറഞ്ഞത് കേട്ടില്ലേ? ഞാൻ അവന്റെ ഭാവിക്ക് പാര വെക്കുകയാണെന്ന്. ഇനിയിപ്പോ ഡിസിഷൻ മാറ്റിയാൽ അവർ എന്റെ തലയെ കാണാൻ വരും. എങ്കിൽ സ്ഥിരപ്പെടുത്താം അങ്കിൾ. ഓ മീര, യു പ്ലീസ് യൂസ് യുവർ കോമൺ സെൻസ്, യുവർ ബ്രെയിൻ. ഐ എം വെരി സോറി അങ്കിൾ. ഓക്കെ, ഐ ഷാൽ ഡീൽ ഇറ്റ്.